ഈ ഗവൺമെന്റിനെ പറ്റി തുടക്കത്തിലെ ഒന്നും പറയണ്ടെന്ന് എത്ര വട്ടം കരുതിയാലും പറഞ്ഞേ തീരൂ. അത്രയേറെ പരാജയപ്പെട്ട ഗവൺമെന്റാണിത്. ഇതിന്റെ മുഖമുദ്ര നിരുത്തരവാദിത്വമാണ്, ദ്രോഹമാണ് ചെയ്യുന്നത്. മനുഷ്യത്വമില്ലാത്ത, പാവങ്ങളെ അറിയാത്ത, ദുരിതങ്ങളെ അറിയാത്ത ഒരു ഗവൺമെന്റ്, വലിയവർക്ക് വേണ്ടിയും പണക്കാർക്ക് വേണ്ടിയും ഹെലികോപ്റ്ററിൽ പറക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ ജനങ്ങൾ കാണുകയാണ് ഇവിടെ ഇപ്പോൾ. ഞങ്ങൾ ശ്രീമോന്റെയും ഷിജിന്റെയും വീടുകളിലേക്ക് പോകാൻ പോവുകയാണ്. അവിടെ പോയിട്ടില്ല. അവിടെ പോകണം, അവരെ കാണണം, അവരെ കേൾക്കണം. ഇവിടെ വന്നപാടെ അറിഞ്ഞ കാര്യം നടക്കുന്ന കാര്യമാണ്. ഇന്ന് പുലർച്ചെ 5:15 മണിക്ക് തിരച്ചിൽ ആരംഭിക്കുമെന്നും തിരച്ചിലിന് പോകാൻ കടലറിയുന്ന, കടലിലെ ജീവിതം അറിയുന്ന 10 പേരെ കൊണ്ടുപോകാമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു ഇന്നലെ വന്നിട്ട്. അത് നല്ല ഉറപ്പായിരുന്നു. ആ ഉറപ്പ് ഇപ്പം എത്ര മണിയായി? 10:11 മണിയായിട്ട് പോലും ആ ഉറപ്പ് കുറിപ്പിന്റെ ഉറപ്പായിരിക്കുകയാണ്. എന്തുറപ്പാണിത്? ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ? ഒരു ഗവൺമെന്റ് ഉണ്ടോ? ആ ഗവൺമെന്റ് നാഥനുണ്ടോ? എല്ലാ വകുപ്പും പരാജയപ്പെട്ടിരിക്കുന്നു. ഫിഷറീസ് വകുപ്പ്, റവന്യൂ വകുപ്പ്, പൊതുഭരണ വകുപ്പ് എന്ന് വേണ്ട എല്ലാ വകുപ്പുകളും ഒരുപോലെ പരാജയപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ പിടിച്ച് പറന്ന ആളാണ് കൊച്ചിയിലേക്ക് ആരെയോ കാണാൻ വേണ്ടി. അത് ഭാര്യാപിതാവാകാം, ഇൻവെസ്റ്ററാകാം, എല്ലാം ആയിരിക്കാം. പക്ഷെ ഇവിടെ വരാൻ നേരെയില്ല. ഇവിടെ ഫോൺ ചെയ്യും, പക്ഷെ പറയുന്ന കാര്യം പാലിക്കണ്ടേ? കേരളമാകെ ഉണ്ടാക്കുന്ന കാഴ്ച നമ്മളെല്ലാം കാണുകയാണ്. ഇവിടെ ഒറ്റ ക്യാമ്പിലും ആരുമില്ല നോക്കാൻ. എല്ലാം നഷ്ടപ്പെട്ട് വീട് പോയവർ, ഗതികെട്ട മനുഷ്യർ എല്ലാം കാത്തിരിക്കുമ്പോൾ ഭക്ഷണമില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, ചികിത്സയില്ല, മരുന്നില്ല, ഡോക്ടറില്ല, യാതൊന്നുമില്ല. എന്ത് ഗവൺമെന്റാണത്? കക്ഷി രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കാം. ജനങ്ങളാകെ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഭരണമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഭരണത്തിന് നാഥനുണ്ടോ? ഭരണത്തിന് അനാഥാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇതൊരു മന്ത്രിയാണ് കഴിഞ്ഞ ഗവൺമെന്റിൽ ഈ നിൽക്കുന്നത്. LDFന്റെ 10 കൊല്ലക്കാലവും ഈ നാട് കണ്ടതാണത്. എല്ലാ ദുരിതവേളകളിലും ഇവിടെ ഒന്നാം തരത്തിൽ ഇതെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. ക്യാമ്പുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ക്യാമ്പുകളിലും വേണ്ടതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ അതെല്ലാം തകർന്നിരിക്കുകയാണ്. ഗവൺമെന്റ് വേഗം തെക്കും വടക്കും സ്ഥലം മാറ്റി ഉദ്യോഗസ്ഥരെയൊക്കെ. ഒന്നാമത്തെ കാര്യം അതായിരുന്നു. സ്ഥലം മാറ്റ മഹാമഹം നടത്തി ഗവൺമെന്റ്. ഇപ്പോഴുള്ളവർക്കൊന്നും അറിയില്ല. ഒരു ക്യാമ്പ് എന്താണ്, ക്യാമ്പ് എങ്ങനെ വേണം, അത് പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, എങ്ങനെ വേണം MLA-മാരോട് പഞ്ചായത്തോട് ബന്ധപ്പെടേണ്ടത്, ഇതെല്ലാം അവർക്കറിയാമായിരുന്നു. അറിയുന്നവരെല്ലാം കാസർഗോട്ടേക്ക് മാറ്റി, ഇടുക്കിയിലേക്ക് മാറ്റി. പകരം ആരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അവർക്കാർക്കും ഒന്നിനെപ്പറ്റി പിടിപാടില്ല. ഇത് മനുഷ്യന്റെ കാര്യമാണ്, ജീവിത പ്രശ്നമാണ്. പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ട് നാടാകെ ഇതുപോലെ സ്തംഭിച്ചു നിൽക്കുമ്പോൾ ഇത്രയും നാണം കെട്ടൊരു ഗവൺമെന്റിനെ ആദ്യമായി കേരളം കാണുകയാണ്. ഈ ഗവൺമെന്റിനെ പറ്റി തുടക്കത്തിലെ ഒന്നും പറയണ്ടെന്ന് എത്ര വട്ടം കരുതിയാലും പറഞ്ഞേ തീരൂ. അത്രയേറെ പരാജയപ്പെട്ട ഗവൺമെന്റാണിത്. ഇതിന്റെ മുഖമുദ്ര നിരുത്തരവാദിത്വമാണ്, ദ്രോഹമാണ് ചെയ്യുന്നത്. മനുഷ്യത്വമില്ലാത്ത, പാവങ്ങളെ അറിയാത്ത, ദുരിതങ്ങളെ അറിയാത്ത ഒരു ഗവൺമെന്റ്, വലിയവർക്ക് വേണ്ടിയും പണക്കാർക്ക് വേണ്ടിയും ഹെലികോപ്റ്ററിൽ പറക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ ജനങ്ങൾ കാണുകയാണ് ഇവിടെ ഇപ്പോൾ. എന്തായാലും ശരി, ഇതിന്റെ മാറ്റം ഉണ്ടാകണം. അടിയന്തരമായിട്ടും പറഞ്ഞ വാക്ക് പാലിക്കണം. തിരച്ചിലിന് വേണ്ടിയുള്ള സംഘത്തെ ഇവിടെ കൊണ്ടുവരണം. ഈ നാട്ടിലെ 10 പേരെ കൂട്ടാമെന്ന് പറഞ്ഞു. അവരെ കൂട്ടണം. അവരിപ്പോഴും കാത്തു നിൽക്കുകയാണ് ഇവിടെ. അവരെ കൂട്ടണം. നേവിയെ വിളിച്ചിട്ട് നേവി വരില്ലെന്നാണ് പറഞ്ഞത്. അത് ശരിയാണെങ്കിൽ, നേവിയെ വിളിച്ചിട്ട് നേവി വരില്ല എന്ന് പറഞ്ഞെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. ചില ഘട്ടങ്ങളിൽ നേവി വരണമല്ലോ ഇവിടെ. കോസ്റ്റ് ഗാർഡുണ്ട്, നേവിയുണ്ട്, അതെല്ലാം വരണ്ടേ ഇവിടെ. വന്ന കാലം ഉണ്ടല്ലോ ഇവിടെ. വരുത്താൻ കെൽപ്പുള്ള സർക്കാർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. LDF പോയി,
പുതിയ ഭരണം വന്നു. വളരെ കഷ്ടമാണത്. ഈ ദുരിതം നടന്ന 3 സ്ഥലത്താണ് അപകടം. അത് നീണ്ടകരയിലുണ്ടായി, വിഴിഞ്ഞത്തുണ്ടായി, മുതലപ്പുഴയിലുണ്ടായി. 3 സ്ഥലത്തും ഫിഷറീസ് വകുപ്പ് മന്ത്രി നേരിട്ട് വന്നിട്ടില്ല. മാത്രമല്ല ഇവിടെയാണെങ്കിൽ ചിറയൻകീഴ് MLA അവർ പിറ്റേ ദിവസം 1-ാം തീയതി എത്തി. അത് കഴിഞ്ഞിട്ട് മൃതദേഹം കിട്ടിയ ദിവസം കിട്ടി. അത് കഴിഞ്ഞിട്ട് വീണ്ടും 7 ദിവസമായി. ഈ പറഞ്ഞ അവരെ ആശ്വസിപ്പിക്കാൻ ഇവർ ജനപ്രതിനിധികൾ ഒരു ആത്മവിശ്വാസം പകരാൻ നേരിട്ടെത്തേണ്ടതല്ലേ? ഇതെല്ലാം കേരളം കണ്ടതല്ലേ. മുമ്പ് ഇതെല്ലാം ഉണ്ടായപ്പോഴത്തേക്ക് ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഉണ്ടാകുമ്പോഴെല്ലാം അവരുടെ കൂടെ MLA ഉണ്ട്, മന്ത്രിയുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പൊ അവർക്ക് എവിടെയോ ഉണ്ട്, ഇവിടെ ഇല്ല അവരാരും. ഇവിടെ ഇല്ല അവരാരെയും, ആരെയും കാണുന്നില്ല. ഈ പോക്ക് ഇത് പറ്റില്ല. ഇത് വല്ലാത്ത അനീതിയാണിത്. ഇത് പറയാൻ വാക്കുകളില്ല. ഇത്തരം ഒരു സംഭവത്തിന് ഒരു ചുമതല മന്ത്രിയെ കാണാനില്ല. ചുമതലയായിട്ടൊരു മന്ത്രിക്ക് ചുമതല കൊടുക്കണ്ടേ? പിന്നെ ചുമതല ഏതെങ്കിലും ഒരു മന്ത്രിയെ ഏൽപ്പിച്ച് അവരെ കൊണ്ട് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യണ്ടേ? ഇവിടെ MLA 15 വർഷം MLA ആയിരുന്ന V ശശി എന്റെ അടുത്ത് നിൽക്കുകയല്ലേ. ഇതായിരുന്നു സ്ഥിതി. ഇവിടെ നിരന്തരമായ ഇഷ്യൂ വരുമ്പോൾ ആ ഇഷ്യൂവിന്റെ ഘട്ടങ്ങളിലെല്ലാം തന്നെ അതിനാവശ്യമായ ഉദ്യോഗസ്ഥരെ കോർഡിനേറ്റ് ചെയ്യാൻ MLA മുന്നിലായിരുന്നു. ആ നിലയിലുള്ള കോർഡിനേഷനൊന്നും ഇത്തവണ കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ മാത്രമല്ല, ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വിഴിഞ്ഞത്തേക്ക് പോവുകയാണ്, പുല്ലുവിളയിൽ പോവുകയാണ്. എല്ലാ സ്ഥലത്തെയും ദുരിത കേന്ദ്രങ്ങളുടെ അനുഭവം ഒരേ അനുഭവമാണ്. ഇതുപോലെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ അടിയന്തരമായും മുഖ്യമന്ത്രി ഉണർന്ന് രംഗത്ത് വരണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശാശ്വതമായ പരിഹാരം രണ്ടാമത്. ആദ്യം ഉണ്ടാകേണ്ടത് അടിയന്തര സഹായമാണ്, അടിയന്തര പരിഹാരം. അല്ല, അതെല്ലാം നമുക്കുണ്ടാക്കണം. ഇന്നലെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ പോയിട്ട് പറഞ്ഞല്ലോ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പത്തനംതിട്ട തുടങ്ങുമെന്ന്. അതെല്ലാം മുഖ്യമന്ത്രി പറയട്ടെ. അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അത് കഴിഞ്ഞ് അതിനുള്ള ഒരു ഗവൺമെന്റുണ്ട്, ഗവൺമെന്റിന്റെ സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ദുരിതം അകറ്റാം. 2 മത്സ്യത്തൊഴിലാളി കുടുംബം കണ്ണീരിലാണ് ഇവിടെ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. ആ കണ്ണീരൊപ്പാൻ പോലും വരാത്ത മന്ത്രിമാരെന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ പറയാം. ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇന്നലെ പത്രക്കാര് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എണീറ്റ് പൊക്കളഞ്ഞെന്നാണ് പറഞ്ഞത്. ഈ കേന്ദ്രങ്ങളിലൊന്നും ഒരിടത്തും കാണുന്നില്ല. നമ്മളതിനെ ഒരു രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ ആദ്യഘട്ടമായതുകൊണ്ട് ഒരു വിമർശന രീതിയിലേക്കോ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് പറയാത്തത് ഒരു മാന്യത കൊണ്ടാണ്. ആ മാന്യത നമുക്ക് കൈവിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്.